കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കൂടുതൽ എൻ്റെ കൂടെ പേരായിട്ട് പാടാൻ കിട്ടിയിട്ടുള്ള കീർത്തനയാണ്. അത്യാവശ്യം ആളുകൾ കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ അപ്പൊ ആളുകൾ തന്നെ നമ്മള് പേഴ്സാക്കി മാറ്റിയാണ്. അപ്പൊ അങ്ങനെ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ കുളിർന്നു ഇരുളിൽ നിന്നും വഴുതി വീണു വിരഹമാർന്നൊരാതി താഴും. MC ഡിജിറ്റലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ആരാന്നറിയാമോ? സരിഗമപ എന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നറായ ദ ചാമിങ് ബോയ് ലിബിൻ സക്രിയ. ലിബിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ലിബിനൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ലിബിൻ സക്രിയ എന്നുള്ള ഒരു പേരുണ്ടല്ലോ, അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ലിബിൻ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും വല്ല കറക്ഷൻസ് ഉണ്ടോ? അതായത് എൻ്റെ ഒഫീഷ്യൽ നെയിം ലിബിൻ സക്രിയ എന്നാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം പോലെ എൻ്റെ പേര് ഒട്ടും ഇഷ്ടമുണ്ടായില്ല. അതായത് നല്ല പേരാണല്ലോ. നല്ല പേരാണ്, പേരൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ മമ്മി പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാണ്. അതായത് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പേര് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ. ആ സമയത്ത് എൻ്റെ പപ്പ ആരോടും പറയാണ്ട് ഇട്ട് കൊടുത്തൊരു പേരാണെന്നാണ്. ലിബിൻ അന്ന് എല്ലാം ബിന്നാണ്. ആൽബിൻ, ലിബിൻ, ബിബിൻ, സിബിൻ, ജിബിൻ, എല്ലാ ഇംഗ്ലീഷ് ലെറ്ററിന്റെയും അവസാനം ഒരു ബിൻ ചേർത്തിട്ടുള്ള പേരുകളായിരുന്നു നേരത്തെ. അങ്ങനെ കൊടുത്തൊരു പേരാണ്. പിന്നെ പക്ഷെ എൻ്റെ അപ്പന് നല്ലൊരു പേരുണ്ട്, സക്കറിയ. അപ്പോ അതുകൊണ്ട് പക്ഷെ എൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞാല് ലിബിൻസ് കറിയ എന്നാണ്. ലിബിൻസ് കറിയ. അപ്പോൾ ഇതിനകത്ത് സക്കറിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ ക്രിസ്ത്യൻസിന് ബാപ്റ്റിസം നെയിം ഉണ്ട്. അപ്പൊ എന്റെ മാമോദിസ പേരാണ് സക്കറിയ. അപ്പൊ എനിക്ക് പക്ഷേ സ്കറിയനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമുള്ള പേര് സക്കറിയാണ്. അപ്പൊ ഞാൻ തന്നെ അതുകൊണ്ട് ലിബിൻസ് കറിയ എന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലിബിൻസ് കറിയ. ലിബിൻ എങ്ങനെ അറിയപ്പെടുന്നു പൊതുവെ? ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ ആ പേര് എങ്ങനെ, ഏത് പേരിലാണ് കൊടുത്തത്? അതായത് സ്കൂളില് എന്നെ പല പേരിലാണ് ആളുകൾ, ഇപ്പൊ കറിയ, കറിയാച്ചൻ, കുഞ്ഞിക്കറിയാപ്പി, അങ്ങനെയൊക്കെ പേരുകളൊക്കെ വിളിക്കായിരുന്നു. അപ്പോ ഇരട്ട പേരാണോ അത്? അങ്ങനെ ഇരട്ട പേരല്ല. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ സക്കറിയാന്ന് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടമുള്ളൊരു പേരായതുകൊണ്ടാണ് ഞാൻ ലിബിൻ സക്കറിയ. അപ്പൊ എന്റെ ബാൻഡിന്റെ ഒക്കെ പേര് ലിബിൻ സക്കറിയ ലൈവ്. ഓ ശരി ശരി. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ സരിഗമപ എന്നുള്ള റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നറാണ്. ഇപ്പൊ ആ ഒരു ജേണി കഴിഞ്ഞിട്ട് ഇപ്പൊ ലിബിൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ലിബിന് എന്താണ് ആ ഒരു ഓർമ്മകൾ, എങ്ങനെയാണ് ലിബിന് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ദൂരമൊന്നും കാണാനില്ല, കുറച്ച് ദൂരമുള്ളൂ. അതായത് എക്സ്പീരിയൻസിന് ദൂരം കുറയാണല്ലോ. അതെ, എന്ന് വെച്ചാൽ ഞാൻ പാടി തുടങ്ങുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ സരിഗമപയിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഗ്രൂമേഴ്സ്, ജഡ്ജസ്, ഇതിന്റെ എല്ലാം ഉപരിയായിട്ട് അതിനകത്ത് വളരെ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഇപ്പം ഞാനതിന്റെ വിന്നറായി എന്നുള്ളത് ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ആ വിന്നിങ് മൊമെന്റ് അതെങ്ങനെയാണ്? അത് ആ ഫീലിംഗ് എങ്ങനെയായിരുന്നു പെട്ടെന്ന്? ഇപ്പോൾ ലിബിനാണ്, കാരണം എനിക്കറിയാം എല്ലാ കണ്ടസ്റ്റൻസും ഒരുപാട് നന്നായിട്ട് പാടുന്ന ഒരു ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ ഞാനാണ് വിന്നർ എന്നപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? അതായത് ആ റിയാലിറ്റി ഷോയിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ പോലെയും എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാനും വിന്നറായാലും എനിക്കും ആർക്കാണ് വിന്നറാവാൻ ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ വിജയമാവുന്ന എല്ലാവരും പാടുന്നത് ഒരേപോലത്തെ ഒരേ വേവ് ലെങ്ത് ഒക്കെ ആണല്ലോ. അതെ, അപ്പൊ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല എൻ്റെ ലൈഫിൽ. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാറില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന, പക്ഷെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. പക്ഷെ കിട്ടിയില്ല എന്ന് കരുതി വിഷമമൊന്നുമില്ല. പ്രതീക്ഷിക്കാതിരിക്കുന്ന പക്ഷം നമുക്ക് സങ്കടം ഉണ്ടാവില്ല. അപ്പോൾ അമിതമായ പ്രതീക്ഷയാണ് നമ്മളെപ്പോഴും സങ്കടപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് കരുതി ഭയങ്കരമായ ഒരു
ആഹ്ലാദ പ്രകടനങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും അങ്ങനെയാണോ ലിബിൻ പൊതുവെ അങ്ങനെയാണോ? കാരണം ഒന്നിനോടും ഒരു ഭയങ്കര എന്താ പറയാ ഒരുപാട് ആഗ്രഹിക്കാൻ മീൻസ് കിട്ടണത് വെച്ചിട്ടുള്ള അങ്ങനെയാണോ? അങ്ങനെയല്ല. അതായത് ഇപ്പം അതിനകത്ത് ഇപ്പം ഈ സരിഗമപായിൽ തന്നെ പല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കയറി പറ്റാൻ സാധിക്കുന്നവരും പ്രതീക്ഷ എങ്ങനെയായിരുന്നു എൻട്രി? എങ്ങനെയായിരുന്നു എൻട്രി എന്ന് വെച്ചാൽ റിയാലിറ്റി ഷോസ് എല്ലാം ഇങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു ഈ സരിഗമപ വരുന്നത്. പിന്നെ അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ രീതികളെല്ലാം പുതിയൊരു എല്ലാം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു അത്. എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ളൊരു ഷോ. ഇപ്പം നമുക്കറിയാം മുമ്പ് പണ്ട് പല റിയാലിറ്റി ഷോസിലും നമ്മളെപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ ഡയറക്ടേഴ്സ്, അത് ജഡ്ജസ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് സരിഗമപായെന്ന് വെച്ചാൽ എല്ലാത്തിനെയും വളരെ കൂളായിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു രീതിയിലാണ് അവരിതിനെ പ്രസൻറ്റ് ചെയ്തത്. എൻ്റെ ഒരു പ്രസൻറ്റേഷൻ നല്ല രസമായിരുന്നു. പിന്നെ വളരെ നല്ല ക്വാളിറ്റിയുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ജഡ്ജസിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവർ 3 പേരും അതിൻ്റെ ഒരു വലിയൊരു നെടുന്തൂണുകളാണ്. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ പുതിയ ഫേസ് ആയിട്ട് 1-2 പേരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും മുമ്പ് ആളുകൾ പല റിയാലിറ്റി ഷോസിലൂടെയൊക്കെ കണ്ട് പരിചയമുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെല്ലുമ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു സംശയം എന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ ശരിക്കും പറഞ്ഞാൽ മുമ്പ് മത്സരിച്ചിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് വീണ്ടും മത്സരിപ്പിക്കുക. അതിനകത്ത് നമ്മളെ പോലെ പുതിയതായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചലഞ്ചാണ്. കാരണം നമുക്കതിനകത്ത് കാരണം അവരൊക്കെ ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ മുമ്പത്തെ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന അതിൻ്റെ ഫിനാലയിൽ അവരെങ്ങനെ പെർഫോം ചെയ്തു ആ രീതിയിലാണ് അവരുടെ ഫസ്റ്റ് പെർഫോമൻസ് കിട്ടിക്കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും വളരെ നല്ല സാധകവും എല്ലാം ഉള്ള ആളുകളാണ് അവർ. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ആദ്യം തോന്നി. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ അവരെ കണ്ട് പഠിക്കും. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ മൂത്ത കുട്ടീനെ കണ്ട് ഇളയ കുട്ടി പെട്ടെന്ന് പഠിക്കും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ചിന്ത തെറ്റായിരുന്നു എനിക്ക് പിന്നീട് തോന്നി. പിന്നെ നിങ്ങൾ ഭയങ്കര ജെല്ലായി. അതിനോട് നിങ്ങൾ ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് നിങ്ങൾക്കൊരു പേരും വന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും നിങ്ങൾ പിന്നെ ക്ലോസ് ആയി തോന്നുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്കൊരാളെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്തൊരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരെ നമുക്ക് തോൽപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തോൽപ്പിക്കാൻ പറ്റും. അപ്പം അതൊരു അന്തരം ഉണ്ടാവും അവിടെ, അവർ തമ്മിലൊരു ഗ്യാപ്പ് വരും. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടായില്ല. കാരണം എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടായിരുന്നു, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് എപ്പോൾ വേണമെങ്കിലും എന്നെ തോൽപ്പിക്കാം. ആരും തോൽപ്പിക്കാൻ സാധിക്കില്ല റിയാലിറ്റി ഷോയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമുക്ക് മുമ്പ് നമ്മളിപ്പോൾ സ്റ്റാർ സിംഗർ ഉണ്ടായിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു വിന്നർ ഉണ്ടാവും. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. പക്ഷെ എന്നാലും ഒരു ആവറേജ് എടുക്കുമ്പോൾ ഒരു 2-3 പേര് മാക്സിമം, അല്ലെങ്കിൽ 2 പേരല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്കറിയാം അത് ഇന്നയാൾ വിജയിക്കുമെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. പക്ഷേ ഈ സരിഗമപായുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് അവസാനത്തെ ഒരു 10ലേക്ക് എത്തിയ ഒരു കണ്ടസ്റ്റന്റിൽ ആര് വിജയിക്കുമെന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് വിജയിച്ചു എന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ളത് നേട്ടമാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല. ബാക്കിയുള്ളവരെ എല്ലാവരും ഏകദേശം ഒരേപോലെ ആയിരുന്നു. എൻ്റെ കൂടെ ഉള്ള ഒരാൾ കുറച്ച് മോശമായി പാടിയതുകൊണ്ട് വിന്നറായ ഒരാളാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അതായത് എല്ലാവരും നന്നായി പാടിയാൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ആർക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനതിനെ അങ്ങനെ അധികം മനസ്സിലേക്ക് ഇതൊരു മത്സരമാണ് എന്നുള്ള രീതിയിലേക്ക് സ്പിരിറ്റിൽ അവസാന സമയത്ത് പ്രത്യേകിച്ച്, കാരണം എനിക്ക് മനസ്സിലായി, കാരണം ആർക്ക് വേണമെങ്കിലും കിട്ടാം. അപ്പൊ എനിക്ക് കിട്ടിയ പാട്ട് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കിട്ടിയ പാട്ട് ആസ്വദിച്ച് പാടി എന്നുള്ളത് കൊണ്ട് മാത്രം സമ്മാനം കിട്ടിയ ടെൻഷൻ ഇല്ലാണ്ട് പാടി. സാധാരണ ഒരു ഫിനാലെ എത്തുമ്പോ എല്ലാവർക്കും ടെൻഷൻ കൂടിയിട്ടാണല്ലോ പലരുടെയും കൈവിട്ട് പോണത്. ലാസ്റ്റ് ആ ഒരു ഇത്രയൊരു സമയത്തിന്റെ ഉള്ളിലാണല്ലോ ഇതെല്ലാം പാട്ടല്ലേ. അതിപ്പോ നമ്മുടെ ഇപ്പൊ ഇപ്പൊ നമ്മള് ഈ മറ്റൊരു സിനിമയുണ്ടല്ലോ, പുള്ളിപ്പുലികൾ മാട്ടിൻകുട്ടി, ആ സിനിമയിലാന്ന് തോന്നുന്നു. അതിനകത്ത് സുരാജേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്, കലയാണ് മോളെ, കാലയിലൊരു മുള്ളു കുത്തിയാൽ മതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഇടർച്ച സംഭവിച്ചാൽ നമുക്കൊരു മത്സരത്തിൽ, ലൈവ് ഷോസിലൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് തൊണ്ട മനുഷ്യന്മാരാണ്. പക്ഷെ മത്സരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്കത് വിൻ ചെയ്യാതിരിക്കാം. പിന്നെ ഞാൻ വളരെ ഗിഫ്റ്റഡാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതിനകത്തുള്ള മറ്റു കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ അവർ വർക്ക് ചെയ്ത് അത്രയും വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ വളരെ
എന്താ പറയാ, അതിനകത്ത് വരുമ്പോൾ തന്നെ ഞാൻ ഒട്ടും അത്രയും സ്ട്രെസ് എടുത്തിട്ടില്ല. ഇല്ല, ഞാൻ വളരെ ഫ്രീ ആയിട്ട് പാടുന്ന ഒരാളാണ്. സാധാരണ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഓരോ സ്റ്റേജ് കഴിയുന്നവരും സ്ട്രെസ് കൂടിക്കൊണ്ട് വരുന്നതാണ് പൊതുവേ ഉള്ളൊരു. ഇതിനകത്ത് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല തോന്നുന്നു. അങ്ങനെ ഇനി പണ്ടത്തെ ആ ഒരു ഫോർമാറ്റൊക്കെ റിയാലിറ്റി ഷോസിന്റെ ഒക്കെ മാറും ഒരു പരിധി വരെ. കാരണം നമുക്കറിയാം വിന്നർ ആവണമെന്നില്ല. ഇപ്പൊ വിന്നർ ആയതുകൊണ്ട് മാത്രം ഒരാൾ മുമ്പോട്ട് വരണമെന്നില്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായകൻ എന്ന് ആരാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഉത്തരമായിരിക്കും അർജിത് സിംഗ് എന്നുള്ളത്. കാരണം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഗായകൻ. പക്ഷെ അദ്ദേഹം മത്സരിച്ച് റിയാലിറ്റി ഷോയുടെ വിന്നർ ആയിരുന്നില്ല അദ്ദേഹം. എനിക്ക് തോന്നിട്ട് തേർഡോ ഫോർത്ത് അങ്ങനെ എന്തോ ഒരു പൊസിഷനിലായിരുന്നു. അപ്പോൾ അതിനകത്ത് വിന്നറല്ല ഇദ്ദേഹമാണ് ഇപ്പോൾ ഇത്രയും ലീഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഒരു ഫാക്ടറല്ല. അപ്പോൾ അങ്ങനെ റിയാലിറ്റി ഷോ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പണ്ട് പാടിയൊരു പാട്ട് എടുത്ത് ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് അതിന്റെ വ്യത്യാസം ശരിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഗ്രൂമിങ്ങിന്റെയും എല്ലാത്തിന്റെയും അതുകൊണ്ട് ആ വ്യത്യാസത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് സത്യം പറയുന്നത് കേൾക്കുമ്പോൾ. അല്ല, ഒരുപാട് മാറ്റങ്ങളല്ലേ പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ആളുകളിലേക്ക് എത്തുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ആളുകളുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റുന്ന കാര്യമാണ് ഹോം ബോക്സ് ഓഫീസിൽ. അതായത് ഈ ടി വിയിൽ നമുക്ക് കണ്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. അപ്പൊ സിനിമയിൽ പോലും അത്രയും ഒരു പോപ്പുലാരിറ്റി നമുക്ക് കിട്ടില്ല. അത് കറക്റ്റാണ്. അപ്പൊ അതിനുശേഷം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ, ഒരുപാട് ആളുകൾക്ക് പാട്ട് പാടി കൊടുക്കാനൊക്കെ സാധിച്ചു. ഈ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പതുക്കെ ബാക്കിലോട്ട് പോകാൻ തോന്നി. ഇപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങൾ അവിടെയും എങ്ങനെയാണ്? ബാക്ക് ബെഞ്ചർ സീറ്റാണോ അതോ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന കുട്ടിയാണോ? ഏത് തരത്തിലുള്ള കുട്ടിയായിരുന്നു? അതായത് ഈ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എപ്പോഴും ടീച്ചേഴ്സ്, ഇപ്പൊ ഞാൻ BEd MEd കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ എനിക്ക് അതാണ് സ്കൂളിലെ ബാക്ക് ബെഞ്ചറാണെങ്കിലും വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് അത് പൊതുവെ ആളുകൾ പറയുന്നല്ലോ. അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ട്, അതായത് ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലേക്ക് നമുക്ക് എപ്പോഴും നോട്ടം ഉണ്ടാവും ടീച്ചേഴ്സിന്. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കോലാഹലങ്ങളൊക്കെ നടക്കുന്നുള്ള രീതിയിൽ ചിന്ത അത് നമ്മുടെ മനസ്സിൽ ഇംപ്ലൈഡ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ ബെഞ്ചിലിരുന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അലമ്പുണ്ടാക്കേണ്ടത്. അങ്ങനെയല്ല, അവിടെയാണ് നമ്മൾ കുറച്ച് കുസൃത പരിപാടികളൊക്കെ കാണിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം. ഞാൻ അതിന്റെ തൊട്ട് മുമ്പത്തെ ബെഞ്ചിലായിരുന്നു എപ്പോഴും. എന്നിട്ട് അവിടുന്ന് ബാക്കിലേക്കായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ. മോഹൻലാലിന്റെ എന്തോ ഒരു ഇൻസിഡന്റ്, മോഹൻലാലിന്റെ എന്തോ ഒരു സിനിമയുടെ ബേസിൽ തലയിൽ കെട്ടിയിട്ട് അതെന്തായിരുന്നു? അതങ്ങനെയല്ല, അതായത് ഞാൻ ചെറുപ്പത്തിൽ, അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു അല്ലേ? ഞാൻ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. 1ാം ക്ലാസ്സിലുള്ളപ്പോഴേ, അതായത് ഒന്നാന്ന് എനിക്ക് തോന്നുന്നു, ഒന്നാണോ നഴ്സറി LKG UKG 1ാം ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ ചെറുപ്പത്തിലെ ഭയങ്കര ലാലേട്ടൻ ഫാനായിരുന്നു. എനിക്ക് മമ്മൂക്കായുടെ സിനിമകളൊന്നും ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്കെന്ന് പറഞ്ഞാൽ നല്ല ഇടി, നല്ല മാസ് ബീജം ഒക്കെ ഇട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി വരുന്നു, വില്ലനെ ഇടിച്ച് വീഴിക്കുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കയറി പറ്റുന്ന ഒരാളാണല്ലോ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടന്റെ ഒരു സിനിമ രാവണപ്രഭു ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ തല കൊണ്ട് ഇടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരാളങ്ങനെ ഇടിക്കണത്. അപ്പോൾ ആ പ്രായത്തിന്റെ ഒരു, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ക്ലാസ്സിലാന്ന് പോലത്തെ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി, കശപിശയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി. അപ്പൊ ഇവനെ ഞാനിങ്ങനെ ഭിത്തിയിൽ ചേർത്ത് നിർത്തിയിട്ട് ഒറ്റ ഇടിയാ, മനസ്സിൽ മുഴുവൻ ലാലേട്ടനാണ്, ലാലേട്ടൻ ഇടിക്കുന്ന ഇടിയാണ്. പക്ഷെ അവന് ബുദ്ധിയുള്ളതുകൊണ്ട് അവനത് തല മാറ്റിക്കളഞ്ഞു. എന്റെ തല പോയി ഭിത്തിയിലിടിച്ചു. ഭിത്തിയിലിടിച്ചിട്ട് ഇവിടെ ഒരു 9 സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ അതെ അങ്ങനെ. പക്ഷെ അതോടെ ഞാൻ എന്റെ ഇടിയൊക്കെ നിർത്തി. പിന്നെ ഞാൻ നന്നായി. സ്കൂളിൽ എങ്ങനെ ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നു അത്? ആ സമയത്ത് പാട്ട് പാടില്ലായിരുന്നു അല്ലേ? ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന വെച്ചാൽ എന്റെ ചേച്ചി നന്നായിട്ട് പാടുമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് മൂളുന്നൊക്കെ കേട്ടിട്ട് ഇവർക്കൊക്കെ അറിയാം ഞാൻ ചെറുതായിട്ട് പാടുന്നു. പക്ഷെ എന്നെ ചേച്ചി മാത്രമാണോ വീട്ടില് പാടുന്നത്? പപ്പ പാടുമായിരുന്നു, പപ്പയുടെ പെങ്ങന്മാര് പാടുമായിരുന്നു. അത്യാവശ്യം മമ്മിയുടെ കുടുംബം തന്നെയാണ്. മമ്മിയുടെ ഒരു ബ്രദർ വളരെ നന്നായി, 2 ബ്രദേഴ്സും പാടും. ഒരു ബ്രദർ വളരെ നന്നായിട്ട് പാടുമായിരുന്നു. അദ്ദേഹം കുറച്ചാൾ മുമ്പ് മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. അപ്പൊ എനിക്ക് എല്ലാ വഴിയിൽ നിന്നും നമുക്ക് അതിന്റെ ഒരു ഉള്ളതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ആ സമയത്ത് പാടി. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ പാടി വരാൻ. അതെ, അത് എപ്പോഴും ഒരു ഇൻബോൺ ടാലന്റ് തന്നെ, എന്തെങ്കിലും ഒരു ടാലന്റ് എവിടെന്നെങ്കിലും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. അപ്പൊ ലിബിൻ എപ്പോഴാണ് പാട്ട് പഠിക്കാൻ ഇതൊരു എന്താ പറയാ പ്രൊഫഷനായിട്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ള സമയം എപ്പോഴായിരുന്നു? അതായത് എനിക്ക് അങ്ങനെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. എന്നെ ചേച്ചി പഠിക്കുന്ന സമയത്തൊക്കെ പഠിക്കാനൊക്കെ കൊണ്ടിരുത്തിയിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ വളരെ ലേറ്റ് ആയിട്ടൊരു ഡിഗ്രി 2nd ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു വന്നു. പക്ഷെ അന്നും പാടുമായിരുന്നു.
പാടുമായിരുന്നു വെച്ചാൽ ഇങ്ങനെ നന്നായിട്ട് പാടൊന്നുമില്ല, നമ്മളങ്ങനെ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും ഇല്ലില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിൽ വെച്ചിട്ട് പൂഞ്ഞാർ വിജയൻ എന്ന് പറഞ്ഞിട്ട് സാറ് എൻ്റെ പാട്ട് കേൾക്കുകയും അങ്ങനെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം എന്നെ ഉസ്താദ് ഫയാസ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഫയാസിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചേർക്കുകയും അങ്ങനെ സിത്താര ചേച്ചിക്ക് അവിടെ പഠിക്കുന്ന സമയത്താണത്. അപ്പൊ അത്രയും ലേറ്റ് ആയിട്ടാണ് ഇത് പഠിക്കാൻ. പക്ഷെ പഠിക്കാൻ പോയ സ്ഥലം വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പോയത്. സിത്താര ചേച്ചിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. ഞാൻ ആദ്യമായിട്ട് സിത്താര കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആളുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇദ്ദേഹത്തെ എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ ഞാനിത് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ബോധേടായിരുന്നില്ല. അപ്പോൾ സിത്താര ചേച്ചി ക്ലാസ്സിലുണ്ട്. സിത്താര ചേച്ചി ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ചേച്ചി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ പക്ഷേ ചേച്ചിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ചേച്ചിക്ക് ഒരു ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും എന്നെ കണ്ട്. അന്ന് നമ്മുടെ പ്രേമം സിനിമയിലെ മഡോണ സെബാസ്റ്റ്യനില്ലേ, ആളൊക്കെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെന്നിരുന്നിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദിന് മലയാളം അറിയില്ല, ഹിന്ദി അറിയുള്ളൂ. എനിക്ക് ഹിന്ദി അറിയില്ല, മലയാളം അറിയുള്ളൂ. അപ്പോൾ ഉസ്താദ് എന്നോട് ഹിന്ദിയിൽ പറയുന്നത് മലയാളത്തിലാക്കി എനിക്ക് പറഞ്ഞു തന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നത് ഹിന്ദിയിലാക്കി ഉസ്താദിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് സിത്താര ചേച്ചിയാണ് അവിടെ. അപ്പോൾ അങ്ങനെ പിന്നെ സിത്താര ചേച്ചി വളരെ ബിസിയായി. അങ്ങനെ പിന്നെ ക്ലാസ്സിലൊന്നും അങ്ങനെ അധികം പെട്ടെന്ന് അങ്ങനെ വരാണ്ടായി. അങ്ങനെ അവിടെയാണ് ഞാൻ പഠിച്ചത്. ആദ്യത്തെ ഒരു 6 മാസക്കാലം എന്നെ തുറക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വളരെ ദേഷ്യമായിരുന്നു തുടക്കത്തിൽ എന്നോട്. എന്ന് വെച്ചാൽ ഇത്രയും എന്നോട് പാട്ട് പാടി കേൾപ്പിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു ഗസൽ മൂടുള്ളൊരു പാട്ട് വെറുതെ പാടി കേൾപ്പിച്ചു. അപ്പോൾ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും പാട്ട് പഠിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടില്ല, സത്യം പറഞ്ഞ. അപ്പോൾ അങ്ങനെ എന്നെ അവിടെ ഇരുത്തി. പിന്നെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും അങ്ങനെ നമ്മളൊട്ടും സീരിയസ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ പിടിച്ചിരുത്തി ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് മൂളി നോക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ നല്ല ചീത്ത വിളിക്കും. ചീത്ത വിളിക്കുന്ന വെച്ചാൽ പാടുവാണ് ഉറക്കെ പാടണം, തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ഇത്രയും നന്നായിട്ട് പാടുന്ന ആളുകൾ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ ഉറക്കെ പാടും. അപ്പോൾ എന്നൊന്ന് മൂളി നോക്കിയേക്കാന്ന് വിചാരിച്ചാൽ അതിന് ചീത്ത വേറെ. ഒരു 6 മാസത്തോളം ഞാൻ തുറക്കാതെ കേട്ടിരുന്നു. അങ്ങനെ പിന്നെ പയ്യെ അവിടെ ഒരു മെഹഫിൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അവിടെ നമ്മൾ സ്റ്റേജിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അങ്ങനെ നമ്മളൊന്നുമല്ല, കോളേജ് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി ആ സമയത്ത് ഫൈനൽ ഇയർ ഒക്കെ ആയ സമയത്തൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പാടാൻ എങ്ങനെ ഞാൻ എൻ്റെ ഒരു രീതിയിലുള്ളവരൊന്നും പഠിക്കില്ല. നല്ല അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന അങ്ങനെയാണല്ലോ, പഠിപ്പിസ്റ്റുകൾക്കാണല്ലോ എപ്പോഴും, അങ്ങനെയുള്ളവരൊക്കെ പഠിക്കും. അപ്പോൾ ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയുടെ കച്ചേരി, നമ്മൾ കർണാട്ടിക് കച്ചേരി കേൾക്കും പോലെ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ബാക്കിലിരുന്ന് വർത്താനം പറഞ്ഞതിനെ ഒരു സെന്നെ പൊക്കി സംസാരിച്ചതിന് പിടിച്ചിട്ട് പണിഷ്മെന്റ് ആയിട്ട് സ്റ്റേജിൽ കയറിയിരുന്ന് പാടിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ പാടിയപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം എപ്പോഴും നന്നായിട്ട് പാടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ അത്യാവശ്യം പാടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽ എന്നെ പിടിച്ച സൈഡ്, പക്ഷെ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലമായിരുന്നു സത്യം പറഞ്ഞ. എന്ന് വെച്ചാൽ എന്നെ പിടിച്ച് സൈഡിലിരുത്തി, എപ്പോൾ ചെന്നാലും സൈഡിൽ താഴെ ഇരുത്തും. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരും, എല്ലാവരും പാടും, ഒരു പൾട്ട എന്തെങ്കിലും പാടിച്ചിട്ട് എല്ലാവരും പാടി വരും. അത് ഞാൻ പാടി ശരിയാക്കിയിട്ട് അടുത്തേക്ക് പോകുള്ളൂ. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഇത്രയും ആളുകൾ പാടുന്ന സമയത്ത് എനിക്കത് കേൾക്കാം, പാടി നോക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ അത് അങ്ങനെ കുറച്ചാള് അങ്ങനെ ചെയ്തു. പക്ഷെ അതിനകത്തൊക്കെ ഒരുപാട്. അന്ന് സാറ് പറഞ്ഞ ആ പാട്ട് ഏതാന്ന് ഓർക്കുന്നുണ്ട്? സ്റ്റേജിൽ നിന്നിട്ട് പാടിയിട്ടില്ല. ഞാൻ അന്ന് പാടിയത് മറ്റേ ഇതാണ്, മയിൽ പീലി ഞാൻ തരാം മറക്കാതിരിക്കാനായി തിരികെ ഞാൻ എത്തുമ്പോൾ കിളിവാതിൽ തുറന്നെന്നെ വിളിക്കാമോ, മയിൽ പീലി ഞാൻ തരാം മറക്കാതിരിക്കാനായി. ഈ പാട്ടാണ് ഞാൻ സാറ് ദേഷ്യപ്പെടാൻ ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് സാറ് ദേഷ്യപ്പെട്ടത്. അപ്പൊ അങ്ങനെ നന്നായിട്ട് പാടുമ്പോ സാറ് പിന്നെ ഞാൻ ഭയങ്കര ഹരിജി ഫാനാണ്. അപ്പം എനിക്ക് അന്നും ഭയങ്കര ഇഷ്ടമാണ് ഹരിജിനെ. അപ്പോൾ ഞാൻ ഈ ഹരിജിയുടെ പാട്ടുകൾ കേട്ട് ഈ പാട്ടിങ്ങനെ മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ട്, അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഹിന്ദുസ്ഥാനി മൂഡിലുള്ള എന്തെങ്കിലും ഒന്ന് പാടണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പാട്ട് എൻ്റെ ഒരു 8 വരി പാടി എന്നുള്ളൂ. എനിക്ക് പിന്നെ ആകെ ടെൻഷനായി, എങ്ങനെ എന്താ ചെയ്യും എന്നറിയില്ല. അപ്പം അങ്ങനെ പക്ഷെ അവിടുത്തെ ഒരു ട്രെയിനിങ് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സരിഗമപായിലാണെങ്കിലും ഒരു തുടക്കം മുതൽ അവസാനം വരെ പാടിയതിൽ ശ്രുതി പോയി എന്നുള്ള ഒരു പരാതി കേൾക്കേണ്ട ഒരു അവസ്ഥ ദൈവം സഹായിച്ച് എനിക്ക് വന്നിട്ടില്ല. അപ്പോ വളരെ ചുരുക്കം സമയത്ത് എന്തെങ്കിലും നമുക്ക് ഈ ഇന്നിയറിലുള്ള നമ്മുടെ മോണിറ്ററിംഗ് ഇഷ്യൂസ് വരുന്ന സമയത്തൊക്കെ മാത്രം എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ. അപ്പൊ അത് പക്ഷേ
സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് ആണ്. ഹിന്ദുസ്ഥാനി നമ്മൾ വളരെ ശ്രുതിയിലേക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത്. ഹിന്ദുസ്ഥാനിയാണോ അപ്പം പഠിച്ചത്? ഞാൻ ഹിന്ദുസ്ഥാനി മാത്രമേ പഠിച്ചുള്ളൂ, കർണാടക ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. അതായത് കർണാട്ടിക് ടെക്സ്ചറുള്ള പാട്ടുകൾ കിട്ടുമ്പോൾ അതിന്റെ അഴുത്തം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് ഇന്റൻഷനലി ആ അഴുത്തം കൊണ്ടുവരണമായിരുന്നു. പിന്നെ എനിക്ക് സരിഗമപയിൽ നൗഷാദ് മാഷാണ് എന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാഷ് എന്നോട് അതിന് സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചാൽ നല്ല സെമി ക്ലാസിക്കൽ ടച്ചുള്ള സിനിമാ പാട്ടുകൾ തന്നെ എടുത്ത് വീണ്ടും വീണ്ടും പാടി ശീലിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കുറേ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും കുറേ വ്യത്യാസങ്ങളൊക്കെ വന്ന് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പാടാവുന്ന രീതിയിലേക്ക് ഒരു പകുതി വരെയൊക്കെ നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. മറ്റേ ഈ നൂല് പൊട്ടിപ്പോയ പട്ടം പോലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനോട് കീപ്പപ്പ് ചെയ്ത് ഓക്കെ. കോളേജ് വന്നത് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയിലാണ് ആദ്യം. ഞാൻ നിർമ്മലയിലാണ് ആദ്യമായിട്ട് വരുന്നത്. നിർമ്മലയാണ് ശരിക്കും പറഞ്ഞ എന്നെ പാട്ടുകാരനാക്കിയത്. എന്റെ ചേച്ചി അന്ന് അവിടെ നന്നായിട്ട് പാടി നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടെ ഷോസ് ഒക്കെ ബാൻഡായിട്ട് നമ്മൾ കോളേജ് ബാൻഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ അതായത് അവിടുത്തെ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ കയറി പാടിയിട്ടുള്ള ഞാൻ എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ പാട്ടുണ്ടാവും. അങ്ങനെ അവിടെ നിന്നാണ് ഈ പാട്ടിനോടുള്ളൊരു വളരെ ഞാൻ റഹ്മാന്റെ സോങ്സും കാര്യങ്ങളും ഒക്കെ ഒത്തിരി നല്ല ഫ്രണ്ട്സിനെയും കിട്ടി. അപ്പൊ അങ്ങനെ പാട്ട് കേട്ട്, പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ഒരു കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു വേദി ഇല്ലാത്തൊരു സമയമായിരുന്നത്. എന്ന് വെച്ചാൽ അന്നേരം സ്റ്റാർ സിംഗർ ഒക്കെ ഉണ്ടെങ്കിലും അത്ര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സമയമല്ല. അപ്പൊ ഞാനങ്ങനെ സ്റ്റാർ സിംഗർ ഓഡീഷന് പോയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ തിക്കും തിരക്കും കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഞാൻ പാടിയില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് സരിഗമപയുടെ ഓഡീഷന് പോയപ്പോഴും ഞാൻ കണ്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മെർമേഡ് എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ അവിടെ താഴെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് എൻ്റെ ക്യൂ കണ്ടിട്ട് പേടിച്ചിട്ട് അപ്പോൾ ഞാൻ എന്നാ പിന്നെ ഇവിടെ എറണാകുളത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോവാന്നല്ല, എപ്പോഴും എന്നാൽ ഇത് എപ്പോഴും തീരണമെന്ന് അറിയാലോ, ആ സമയമാകുമ്പോഴത്തേക്കും വരാം എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഇവിടുത്തെ ഇപ്പൊ ഞാൻ ഇത് ചോദിക്കാൻ പോകുന്ന ആയതുകൊണ്ട് ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തയൊന്നുമില്ല. അപ്പൊ എൻ്റെ ഈ പോക്ക് കണ്ടപ്പോൾ ആരും എന്നെ തടഞ്ഞില്ല. അപ്പൊ ഞാൻ ചെന്നിട്ട് അവിടുത്തെ ഒരു ഗ്ലാസ് ഡോർ ഉണ്ടായിരുന്നു, അത് തുറന്നിട്ട് ചേട്ടാന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇവര് ഈ ഫോം ഫില്ല് ചെയ്യാനുള്ള സാധനമായിട്ട് വരുന്നു. അപ്പൊ ആ ചേട്ടൻ ആദ്യത്തെ ഫോം എനിക്ക് തന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആ ഫോം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ സരിഗമപയിൽ കയറിയത്, പാടിയത്. അങ്ങനെയാണ് ഇതിനകത്ത് കിട്ടിയത്. അപ്പൊ അത് എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു തോന്നുന്നു. നമുക്ക് വരണത് എപ്പോഴും വഴി തങ്ങില്ല പറഞ്ഞ പോലെ അങ്ങനെ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കോളേജും കഴിഞ്ഞിട്ട് പിന്നെ CMS കോളേജിൽ ഞാൻ കുറെ കോളേജ് പഠിച്ചു. അതെ, ഞാൻ കുറെ കോളേജ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ പഠിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് കോളേജിൽ പോകുന്നത്. പക്ഷെ അതുകൊണ്ടായിരുന്നില്ല. എന്റെ ആഗ്രഹം മഹാരാജാസ് കോളേജ് പഠിക്കണം എന്നുള്ളതായിരുന്നു. കാരണം നമുക്കറിയാം ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിലും മ്യൂസിക് ഇൻഡസ്ട്രിയിലും മാത്രമല്ല നമുക്ക് നല്ലൊരു ചിലപ്പോ ഒരു മ്യൂസിക് ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എറണാകുളത്ത് വരണം. എറണാകുളമാണല്ലോ ഇപ്പൊ ഇതിന്റെ ഹബ്ബ്. അപ്പോൾ അങ്ങനെ നോക്കി. പക്ഷെ മഹാരാജാസ് കോളേജിൽ എനിക്ക് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് ലൈറ്റ് മ്യൂസിക്കിന്. അപ്പോൾ അങ്ങനെ മഹാരാജാസ് കോളേജിൽ വരുമ്പോൾ ആപ്ലിക്കേഷൻ വെച്ചു കൾച്ചറൽ കോട്ടയിൽ. മാർക്ക് വെച്ചിട്ട് എന്തായാലും കിട്ടില്ല, നല്ല മാർക്ക് വേണം MSc അഡ്മിഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ കൾച്ചറൽ കോട്ടയിൽ അഡ്മിഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആൽബർട്ട്സിൽ കിട്ടി, SHലും ലിസ്റ്റിൽ ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ മഹാരാജാസ് പക്ഷേ കിട്ടാൻ ഒരു നിവൃത്തി ഉണ്ടായില്ല. അപ്പോൾ മഹാരാജാസിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ തന്നെ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്ന പെൺകുട്ടിയും ഞാനും തമ്മിൽ ഇപ്പം എന്താ ഒരു കടൽ പോലത്തെ വ്യത്യാസമുണ്ട്. ആ പെൺകുട്ടി എന്തോ കലാതിലകോ കലാപ്രതിഭ എന്തൊക്കെയായിരുന്നു തോന്നുന്നുണ്ട്. അത്രയും പോയിന്റ്സിന് വ്യത്യാസമുണ്ട്. ഞാൻ ഉറപ്പിച്ച് കിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് CMS കോളേജിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ CMS കോളേജിൽ എനിക്കിഷ്ടമുള്ള കോളേജാണ്. അങ്ങനെ CMS കോളേജിൽ പോയി. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. വളരെ നല്ല കോളേജാണ്, ഒരു രക്ഷയില്ലാത്ത നല്ലൊരു. ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. അതുകൊണ്ട് MSc ഫിസിക്സ് ആയിരുന്നുള്ളൂ. അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ സെമസ്റ്ററിൽ 4 സബ്ജക്റ്റിൽ 3 സപ്ലി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അടുത്ത വർഷം ഞാനതെല്ലാം എഴുതിയെടുത്തു. പഠിക്കാൻ അങ്ങനെയല്ല, ഞാൻ ഉഴപ്പുകൊണ്ട് സംഭവിച്ചാണ്. പിന്നെ അങ്ങനെ അവിടെയും ഈ പറഞ്ഞതുപോലെ വലിയൊരു എക്സ്പോഷർ ഒന്നും കിട്ടുന്ന അതേ വളരെ കുറച്ചാണ് തുടക്കത്തിൽ. അത് വളരെ ചുരുക്കം പാട്ടുകളാണ് തുടക്കത്തിൽ പാടിയിട്ടുള്ളൂ. അത് അന്ന് പാടിയ പാട്ടിപ്പെടുത്ത് കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ ഇങ്ങനെയായിരുന്നു ഞാൻ പാടിക്കൊണ്ട് എന്ന് നമുക്ക് തോന്നും. പിന്നെ അതല്ല, ഇതൊരു പ്രോസസ്സാണ്, മോൾഡ് ചെയ്ത് വരണത്. അപ്പോൾ അങ്ങനെ അവിടെ എനിക്ക് പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. പിന്നെ എൻ്റെ വീടെന്ന് പറയുന്നത് തൊടുപുഴയാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. എൻ്റെ വീട്ടിൽ അതിന് ഇറങ്ങിത്തിരിക്കാൻ സമ്മതിക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പപ്പയ്ക്ക് ഞാനൊരു സ്കൂളിൽ അധ്യാപകനായിട്ട് പഠിപ്പിക്കുന്നതൊക്കെയാണ്, അല്ലെങ്കിൽ കോളേജിൽ അങ്ങനത്തെ ഒരു ഇഷ്ടമായിരുന്നു അവർക്കൊക്കെ. അതുകൊണ്ടാണ് ഇവർക്ക് നിർബന്ധിച്ച് BEd MEd ഒക്കെ എടുപ്പിച്ചത്. അങ്ങനെ അപ്പോൾ എങ്ങനെ ലിബിന് തോന്നി ഞാൻ ഈ എൻ്റെ പ്രൊഫഷൻ പാട്ടിലോട്ട് വരണം എന്നുള്ളത് ഏത് പോയിന്റിലാണ് തോന്നി തുടങ്ങിയത്? അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സരിഗമപ്പയുടെ കൂടിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകാനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം നമുക്കറിയില്ല ഇതുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ജീവിക്കാൻ പറ്റുമോ, നാളെ നമുക്കൊരു ഫാമിലി ലൈഫ് പ്ലാൻ ബി വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും എനിക്കാണെങ്കിൽ ഫാമിലി ലൈഫൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഭാര്യ, കുട്ടികൾ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ടിപ്പിക്കൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ നമുക്ക് നല്ലൊരു ജോലി വേണം, ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ നല്ല ജോലി. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു സൈഡായിട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ്. പക്ഷേ സരിഗമപ്പയുടെ കൂടെ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിട്ടും എനിക്കൊരു വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, വലിയൊരു ദൃഢമായ തീരുമാനമൊന്നും ഉണ്ടായില്ല. അതൊക്കെ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് എനിക്ക്. അപ്പോൾ കോളേജിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ കല്യാണത്തിലോട്ട് എത്തിയത്? ഇപ്പൊ നിങ്ങളുടെ ഒരു ലവ് മാരേജ് ആണെന്ന് അറിഞ്ഞല്ലോ. അപ്പൊ തെരേസ എന്നാണ് വൈഫിന്റെ പേരല്ലേ? അതെ അതെ. അപ്പൊ തെരേസേനെ എവിടെ വെച്ചാ കണ്ടത്, അതൊന്ന് പറയാമോ? അതായത് അതിനും ഒരു നിമിത്തമായത് സരിഗമപ്പ തന്നെയാണ്. ഓ ശരി. ഇപ്പൊ അതായത് എനിക്ക് അങ്ങനെ പ്രണയങ്ങളൊന്നും കാര്യമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ. അതിപ്പോ കോളേജിലായപ്പോഴും ഫാൻസ് കാര്യങ്ങൾ അങ്ങനെ ഫാൻസ്, നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഫാൻസും കുട്ടികളൊക്കെ ഉണ്ടാവും. എനിക്കും പ്രണയം തോന്നിയിട്ടില്ല എന്നൊന്നുമല്ല. പ്രണയം നമുക്ക് മനുഷ്യന്മാരാകുമ്പോൾ പ്രണയിക്കണമല്ലോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ പക്ഷെ എനിക്കൊരു പ്രണയം എന്താണെന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആദ്യമായിട്ട് എൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്നാണ്. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുമുട്ടുന്നതെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ഈ പറഞ്ഞ പോലെ LLB LLM പഠിച്ചത് ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരാണ്. അപ്പോൾ ലോ പഠിക്കുന്ന സമയത്ത് അവളുടെ ഒരു ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ചേച്ചി, ആ ചേച്ചി നമ്മുടെ ചാനൽസിനൊക്കെ, ഇപ്പം ചേച്ചി കൈരളിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചാനലിലൊക്കെ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇവളൊരു ദിവസം ഇങ്ങനെ എൻ്റെ പാട്ട് കേട്ടപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് പാട്ട് നല്ല പാട്ടാണ് ലിബിൻ്റെ, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഒക്കെ നമ്പർ കൊടുത്തിട്ട് നീ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തോളൂ എന്ന് പറയാൻ എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ ഇവർക്ക് ചേച്ചിക്ക് എൻ്റെ കോൺടാക്ട് ഉണ്ട് എൻ്റെ. അപ്പോൾ അങ്ങനെ കാവ്യ ചേച്ചി നന്നാണെന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നാണ്, എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ നന്നായിട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അപ്പം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് എൻ്റെ അതേ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതേ വേവ് ലെങ്ത് ഉള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു, നമുക്ക് കല്യാണം കഴിച്ചാലോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചാലോന്നല്ല, നമുക്ക് പിന്നെ കോവിഡാണ് ആ സമയത്ത്, കോവിഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്നൊക്കെ ആയിരുന്നു. പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് പിന്നെ അത് അങ്ങനെ അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതി അവർക്കും ഓക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അവരുടെ വീട്ടുകാർക്ക് പറയാം, പാട്ടുകാരൻ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയൊക്കെ വെറുതെ പറയാം. അതെ അതെ. ഈ സരിഗമപ്പ കഴിഞ്ഞിട്ട് ഇപ്പൊ സിനിമയിലേക്കുള്ള ആ ഒരു എൻട്രി, ആ ഒരു സോങ്, അതിന്റെ എൻട്രി എങ്ങനെയായിരുന്നു? ആ ഒരു കോൾ എങ്ങനെയായിരുന്നു വന്നത്? അതായത് സരിഗമപ്പയിലുള്ള സമയത്ത് അതിനകത്തുണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും സിനിമയിൽ പാടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ട് പാടിയ ആള് ഞാനാണ്. അപ്പൊ എന്നെ ആദ്യമായിട്ട് പാടിക്കുന്നത് ഗോപിചേട്ടനാണ്, ഗോപി സുന്ദറാണ്. അപ്പോ പിന്നെ ഷാനിക്കയ്ക്ക് വേണ്ടി പാടി. ഗോപിചേട്ടന് വേണ്ടി പാടിയത് യുവം എന്ന് പറഞ്ഞ സിനിമയിലാണ്. ചെമ്മാനമേ നീ നിന്നോട് ചേരാൻ എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ട് ഗൾഫിലൊക്കെ ഉള്ള ഒട്ടുമിക്ക മലയാളികളും റേഡിയോ കൂടെ കേട്ട് സുപരിചിതമായിട്ടുള്ളൊരു പാട്ടായിരിക്കും. പിന്നെ ഷാനിക്കയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞൽദോ എന്ന് പറഞ്ഞ മൂവിയിൽ, അതും നല്ല സിനിമ, നല്ലൊരു പാട്ടാണ്, പെൺപൂവേ എന്ന് പറഞ്ഞിട്ട്. പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ, ഈ ഏതൻ തോപ്പിലിരു തൂവൽ പോലെ അലയേ, ഇടനീയും ഞാനും പുതുകൂടും ചൂടും ഋതുമാറും നേരം കൺമണി. ഇങ്ങനെ ആ പാട്ട് പക്ഷേ ഒരു എന്താ പറയാ, നല്ലൊരു മെലഡിയാണ്. അപ്പൊ ഇത് ഞാനും കീർത്തനയും കൂടെയാണ് പാടിയത്. സരിഗമപ്പയിലുണ്ടായിരുന്നത് കീർത്തനയും കൂടെ പാടിയത്. കീർത്തന എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ നല്ലൊരു നല്ല പെയറായിരുന്നു. ആക്ച്വലി അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ കൂടെ പെയറായിട്ട് പാടാൻ കിട്ടിയിട്ടുള്ള കീർത്തനയാണ്. പിന്നെ ഞങ്ങൾ പാടിയ പാട്ടുകൾ ഈ പറഞ്ഞ സമയത്ത് അത്യാവശ്യം ആളുകൾ കേൾക്കുകയൊക്കെ ചെയ്തപ്പോ അങ്ങനെ അപ്പൊ ആളുകൾ തന്നെ നമ്മള് മാജിക്കൽ പേഴ്സാക്കി മാറ്റിയതാണ്. അപ്പൊ അങ്ങനെ ഇതിനിടയ്ക്ക് ഞാനും കീർത്തനം തമ്മിൽ പ്രണയമാണെന്ന് വരെ ആളുകൾ പറയായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചപ്പോ കീർത്തനയ്ക്ക് അന്ന് വരാൻ പറ്റില്ല, കോവിഡിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട്. കീർത്തനയുടെ എന്തോ ഇഷ്യൂസ് കാരണം കീർത്തനയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് കീർത്തന വരാത്തതെന്നൊക്കെ ആളുകൾ അതിലൊരു കാര്യമില്ല. എനിക്ക് 2 കുട്ടികളായി, ക്ലിയർ ആയില്ലെങ്കിൽ അങ്ങനെ. അപ്പൊ
അങ്ങനെ അത് പാടി. പിന്നെ കൂടുതൽ പാട്ടുകൾ ഞാൻ പാടിയിട്ടുള്ളത് ജേക്സ് ചേട്ടന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ റീസെന്റ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അത് എന്ന് വരികയെന്ന് അറിയില്ല. ഇപ്പൊ പാട്ടിന്റെ കാര്യം ആയതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അതിപ്പോ നമ്മളെ മാത്രം കാര്യമില്ല. ഇപ്പൊ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ അഭിപ്രായം അതിനകത്തുണ്ടാവും. അതൊന്നും ഒരു തെറ്റല്ല. അപ്പൊ നമുക്ക് നമ്മളൊരു പാട്ട് പാടിയെന്ന് കരുതി ആ പാട്ട് വരണമെന്നില്ല. ഇപ്പൊ സിറ്റുവേഷനെ പാട്ട് സ്യൂട്ടായില്ലെങ്കിൽ ഇപ്പൊ ഒരു ഗായകനെ വെച്ചിട്ട് നോക്കിയിട്ട് അവർക്ക് പാട്ട് അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. സിനിമയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അവർ അതുകൊണ്ട് ആ പാട്ടെടുത്ത് മാറ്റി അടുത്തൊരു പാട്ട് വയ്ക്കും.